പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ചർച്ച. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു നേതാക്കളും അവസാനമായി കാണുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അജയ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അജയ്, 16 മാസത്തിന് ശേഷം ഉണ്ടാകുന്ന ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച, ഇന്നലെ അതിനൊരു ചെറിയ ട്രെയിലർ കണ്ടു. ഇന്ന് അതിൻ്റെ ഫുൾ പടം എന്തൊക്കെയാകും, അതിനകത്തുള്ള ചർച്ചകൾ എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണകൾ ലഭിക്കേണ്ടതുണ്ട്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. അത് ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് വിശ്വസിക്കുന്നു. വിശദാംശങ്ങൾ. ഹരി, ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഇരു രാഷ്ട്ര നേതാക്കളും നിലവിൽ ഫ്രാൻസിൽ തുടരുകയാണ്. ഇന്നലെ ഇരുവരും തമ്മിൽ 2 തവണ കണ്ടിരുന്നു. ഒന്ന്, എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും യോഗത്തിൽ ഇരുവരും ഏതാണ്ട് 20 സെക്കൻഡോളം ഹസ്തദാനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതുപോലെ മൊത്തം നേതാക്കളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്തും 2 നേതാക്കൾ പരസ്പരം കണ്ടിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ പരസ്പരം മുൻപത്തേതുപോലെ ഹഗ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒന്നും തന്നെ ട്രംപും മോദിയും പുറത്തെടുത്തിരുന്നില്ല. ഇത് ഈ സമീപ നാളുകളിൽ ഉണ്ടായിട്ടുള്ള അമേരിക്ക ഇന്ത്യ ബന്ധത്തിൻ്റെ നിലവിലെ സ്ഥിതി തന്നെ വ്യക്തമാക്കുന്നതാണെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു രാഷ്ട്രത്തലവന്മാരും ഇത് സംബന്ധിച്ച് അവസാനമായി ചർച്ച നടത്തുന്നത്. അന്നായിരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ട്രംപ് ഇന്ത്യക്ക് മേൽ താരിഫ് വൻതോതിൽ ചുമത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. അതുപോലെ അതിൽ പലതരം ചർച്ചകൾ നടക്കുന്നു. പല ചർച്ചകളും വെറുതെ ആയി പോകുന്നു. അതിനെ തുടർന്ന് പിന്നീട് താരിഫ് ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് ഉൾപ്പെടെ ട്രംപ് കടക്കുന്നു. അത് ഇന്ത്യയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. ഇപ്പോൾ അത്തരം ഒരു പ്രതിസന്ധികൾക്കൊക്കെ ശേഷം ഇപ്പോൾ 2 രാഷ്ട്രങ്ങളിലെയും ഈ വ്യാപാര ബന്ധ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ വ്യാപാര കരാറിനെ സംബന്ധിച്ച് ഒരു കരട് രേഖ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ചർച്ച നടത്തി. അതിൻ്റെ ഒരു അവസാന രൂപരേഖയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ വളരെയധികം പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിഷയമാണ് H1B വിസയുടെ കാര്യം. അപ്പോൾ ഈ വിസയെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങളും ഇന്ന് മോദിയും ട്രംപും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ H1B വിസ ഇപ്പോൾ കോടതിയിൽ ട്രംപിനൊരു തിരിച്ചടി നേരിട്ടതാണ്. അപ്പോൾ ഇത് വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കങ്ങളെല്ലാം ട്രംപ് ഭരണകൂടം ആരംഭിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ മോദി ട്രംപുമായി സംസാരിച്ച് എന്തെങ്കിലും ഇതിലുള്ള ഇളവുകൾ ഉൾപ്പെടെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലുള്ള സമാധാന ശ്രമങ്ങൾ, ഇന്ത്യ ഇന്നലെ നരേന്ദ്രമോദി യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഈ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ന് പ്രസിഡന്റുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ഇന്ത്യക്കാരെയും ആശങ്കയിലാക്കിയ ഒരു കാര്യമാണ് ഹോർമുസ് കടലിടുക്കിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഒരു വിഷയം. അമേരിക്കൻ ആക്രമണത്തിലാണ് 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നത്. അന്ന് ഇന്ത്യ ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ചില്ല, അമേരിക്കയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും വന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമ്പോൾ ആ വിഷയം ഉൾപ്പെടെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രതിഷേധം അറിയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല വിഷയങ്ങളുണ്ട്. എല്ലാവരും അത് തീർച്ചയായിട്ടും കാത്തിരിക്കുകയാണ്. ഓക്കെ, യെസ്, വ്യക്തമാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.